ഇത് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ്. ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മീനിന് പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും പേര് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇതിനെ ചെമ്പല്ലി എന്നാണ് അറിയപ്പെടുന്നത്. കഴുകി വൃത്തിയാക്കിയ ചെമ്പല്ലി നമുക്ക് കറി വെക്കാൻ അതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. ഇതിനായിട്ട് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 സ്പൂൺ സാദാ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഒഴിവാക്കരുത്, കാരണം ഈ മീനിന് ഏറ്റവും അത്യാവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കലക്കി ഒരു കൂട്ടാക്കി വെക്കാം. അതിനുശേഷം ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, മീൻകറിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. വെളുത്തുള്ളി ഇഞ്ചിയും വളരെ കുറച്ച് മതി, ഒരുപാടായാലും ഈ മീനിന് കൊള്ളത്തില്ല. വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ. ഇതിലേക്ക് 5-6 കറിവേപ്പിലയിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുടംപുളിയാണ്, പുളിവെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ഇടുക. ആ അരപ്പ് എല്ലാ കഷ്ണത്തിൻ്റെയും മുകളിലായിട്ട് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് റെഡിയാക്കി കൊടുക്കാം. മീൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്പൂണിട്ട് ഇളക്കരുത്, സ്പൂണോ തവിയോ വെച്ച് ഇളക്കരുത്, കാരണം വളരെ വേഗം ഉടഞ്ഞു പോകുന്ന ഒരു മീനാണിത്. തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പിലയിട്ട് മൂടി വെച്ച് ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ചട്ടി ചുറ്റിച്ചെടുക്കുകയോ ചെയ്യാവൂ, അല്ലാതെ സ്പൂണിട്ട് ഇളക്കരുത്. അപ്പോൾ നല്ല അടിപൊളി ചെമ്പല്ലിക്കറി റെഡിയായിട്ടുണ്ട്. ഇവിടെ ഞാനിടുന്ന വീഡിയോകൾ എല്ലാം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇടുന്നത്. അതിന് കുറേ ചെറിയ കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടിപൊളി മീനായിരുന്നു, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.